ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റുന്ന നല്ലൊരു പട്ടണവടയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ പട്ടണവട തയ്യാറാക്കി എടുക്കാനായിട്ട് ഫസ്റ്റ് നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ബട്ടറാണ്. ഈ ബട്ടറിന് പകരം നമുക്ക് നെയ്യ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ വനസ്പതി ഡാൽഡ ഉണ്ടല്ലോ, അത് വേണമെന്നുണ്ടെങ്കിൽ അതെടുത്താലും കുഴപ്പമില്ല. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാനിപ്പോൾ ബട്ടർ എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ മെൽറ്റായിട്ടുള്ള ബട്ടർ വേണം എടുക്കാനായിട്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ബേക്കിംഗ് സോഡ കൂടിയാണ്. അപ്പോൾ ഈ സോഡാപ്പൊടി വന്നിട്ട് 1/2 ടീസ്പൂണിൽ നിന്ന് ഒരല്പം കൂടി കുറവായിട്ട് മതിയാവും. അപ്പോൾ അതുകൂടി നമുക്കിതിൻ്റെ കൂടെ ചേർക്കാം. ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ടൈമിൽ ഇങ്ങനെ ചെയ്യണം എന്തെന്ന് വെച്ചാൽ എങ്കിൽ മാത്രമേ നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന നമ്മുടെ സ്നാക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ സോഡാപ്പൊടിയൊക്കെ ഈ ബട്ടറിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ മാത്രമേ നല്ലതുപോലെ എല്ലാ സ്ഥലത്തും മിക്സായി കിട്ടുകയുള്ളൂ. ഇതുപോലെ ഒരു 30 സെക്കൻഡ് മാത്രം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതിയാവും. ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1/2 കപ്പിലും ഒരല്പം കുറവായിട്ട് കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഈ 1/2 കപ്പിൻ്റെ മെഷർമെൻറ്റ് കപ്പാണ്, അതിലൊരല്പം കുറവായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ വറുത്ത പച്ചരിപ്പൊടിയാണ്, അത് നമുക്ക് ചേർക്കാം. പിന്നെ അരിപ്പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് അതേ സെയിം അളവിൽ കുറച്ച് കടലമാവും കൂടിയാണ്. നമ്മുടെ ഈ ബജ്ജിയൊക്കെ പൊരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കില്ലേ, ആ സെയിം കടലമാവ് തന്നെയാണ്. അപ്പോൾ അതും കൂടി ചേർക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന മാവെല്ലാം ആ കറക്റ്റ് നമ്മൾ ഏത് കപ്പിലാണോ എടുക്കുന്നത് അതേ ആ സെയിം കപ്പ് അളവിൽ തന്നെ എല്ലാം ഒരുപോലെ എടുത്താൽ മതിയാവും. ഇനി നമുക്കിതിൻ്റെ കൂടെ വേണ്ടത് കുറച്ച് പൊട്ടുകടലയും കൂടിയാണ്. അപ്പോൾ ഈ പൊട്ടുകടല ഞാനിപ്പോൾ നന്നായിട്ട് വറുത്ത് വെച്ചിരിക്കുന്നതാണ്, അതായത് പെട്ടെന്ന് കേടാകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ പൊട്ടുകടലയും മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ച് അതുകൂടി നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമുക്കിതിൻ്റെ കൂടെ ചേർക്കാം. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ പൊട്ടുകടല ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിത് സ്കിപ്പ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. അരിപ്പൊടിയും കടലമാവും മാത്രം മതിയാവും. പൊട്ടുകടല ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ചേർത്തേക്കണം. അപ്പോഴാണ് നമ്മുടെ കറക്റ്റ് ടേസ്റ്റിലുള്ള നമ്മുടെ സ്നാക്ക് കിട്ടുന്നത്. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ ഒരു കൈ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ബട്ടർ എല്ലാം നമ്മുടെ മാവിൽ നന്നായിട്ട് പിടിക്കുന്നത് പോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ബാക്കി ചേരുവകളും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു സവാള ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ ഈ സവാള നമുക്കിതിൻ്റെ കൂടെ ചേർക്കാം. ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള മാത്രം മതിയാവും. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടിയാണ്. നമ്മളിതിലേക്ക് അധികം എരിവിനായിട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമുക്ക് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ചെറിയ പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകമാണ്. അപ്പോൾ അതും ചേർക്കാം. അതുപോലെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മുഴുവൻ പെരിഞ്ജീരകം ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതും കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ ചതച്ച് ചേർക്കുമ്പോഴത്തേക്കും നല്ലൊരു മണവും ഒക്കെ കിട്ടും നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ്, പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ മുഴുവൻ പെരിഞ്ജീരകം ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്തേക്കണം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്, അതുകൂടി ചേർക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ കൂടെ തന്നെ പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടിയാണ്. നമ്മുടെ സാധാരണ സാമ്പാർ കായ ഉണ്ടല്ലോ, അത് തന്നെയാണ്. 1 ടീസ്പൂൺ അളവിൽ ചെറുതായിട്ട് ഒരു ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി എടുത്തിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അതുകൂടി ചേർക്കാം. അപ്പോൾ ഇഞ്ചി നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുത്തില്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് അരിഞ്ഞെടുത്താലും മതിയാവും. കൂടെ തന്നെ കുറച്ച് മല്ലിയില നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി. നമ്മൾ ഇതുവരെയും ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുകയാണ്. ഇത്രയും ചേർത്തിട്ട് ഇനി നമുക്ക് വേണ്ടത് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം.
നമ്മളത് കുഴച്ചെടുക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണമാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബട്ടറിൻ്റെയും ഈ മസാലയുടെയൊക്കെ ഒരു സ്പെഷ്യൽ മണം തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ ഞാനിപ്പോൾ നല്ലതുപോലെ ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഇതിലേക്ക് അധികം വെള്ളമായി പോകാൻ പാടില്ല, അതുപോലെ തന്നെ വെള്ളം കുറഞ്ഞു പോകാനും പാടില്ല. ഈ ഒരു രീതിയിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. ഇതിലിപ്പോൾ അധികം വെള്ളം ഒന്നുമില്ല, മാവായിട്ട് തന്നെയാണ് ഇതുള്ളത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് പിടിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഒന്നുകിൽ ഒന്ന് ബോൾസ് പോലെയോ അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ പക്കോട ഷേപ്പിലൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. സാധാരണ പട്ടണ ബോണ്ട, പട്ടണ വട എന്ന് പറയുന്നത് ചെറിയ ചെറിയ ബോൾസിൻ്റെ ഷേപ്പിലാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മളിത് ബോൾസ് തയ്യാറാക്കി എടുക്കുമ്പോൾ നമ്മളിങ്ങനെ ഈ ടൈറ്റായിട്ട് പിടിച്ചിട്ട് ആ ഒരു രീതിയിൽ ബോൾസ് തയ്യാറാക്കി എടുക്കരുത്. ചെറിയ രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ച് മാത്രം ഒന്ന് ബോൾസ് തയ്യാറാക്കി എടുത്താൽ മതിയാവും. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ചൂട് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയൊക്കെ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ എണ്ണ നല്ലതുപോലെ ചൂടായി പോകാൻ പാടില്ല. ഒരു ചെറിയൊരളവിൽ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കൂടി കുറച്ച് വെച്ച് കൊടുത്തിട്ട് ചെറിയൊരളവിൽ മാത്രം, അതായത് നല്ല ഹൈ ചൂടാകുന്നതിനും തൊട്ട് മുമ്പുള്ള ചൂടുള്ള എണ്ണയിലേക്ക് വേണം നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു രീതിയിൽ വേണം എണ്ണയുടെ ചൂടുണ്ടാവാൻ. ഫ്രൈ ചെയ്തെടുക്കുന്ന ടൈമിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇതിനുള്ളിലുള്ള മാവൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ പേരിൽ മീഡിയം ഫ്ലെയിമിൽ നിന്ന് അല്പം കൂടി കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. പുറം ഭാഗം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റും ആയിട്ടായിരിക്കും നമുക്ക് ഈ സ്നാക്ക് കിട്ടുന്നത്. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ഷമീസ് കിച്ചൻ്റെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഇതുവരെയും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. ഒരുപാട് പേര് ഇനിയും ഫോളോ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കണം. നമ്മുടെ പുതിയ പുതിയ അപ്ഡേറ്റ്സും അതുപോലെ തന്നെ ഒരുപാട് ഫോട്ടോസും ഒക്കെ ഞാനിപ്പോൾ അതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് ചെയ്തേക്കണം. ഞാൻ എൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ഇത് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. നമ്മുടെ സ്നാക്കെല്ലാം ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് പ്രത്യേകിച്ച് മറക്കണ്ട, ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് അങ്ങനെ ഒരു ആവേശം കാണിക്കേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഇതിപ്പോൾ നമുക്ക് എടുക്കാൻ ടൈമായിട്ടുണ്ട്. ഈ ഒരു രീതിയിലാകുമ്പോഴത്തേക്കും നമ്മുടെ പട്ടണ വട നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, സ്നാക്സൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന ടൈമിൽ, ലാസ്റ്റിൽ എടുക്കാൻ ടൈമിൽ നമ്മളൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ളിലുള്ള എണ്ണയൊക്കെ ഒന്ന് പുറത്ത് പോയി കിട്ടും. അപ്പോൾ എണ്ണ അധികം പിടിക്കാതെ നമുക്ക് കിട്ടും. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇനി പ്രത്യേകിച്ച് ഒന്നും നമുക്ക് കൂട്ടിന് ആവശ്യമായിട്ടില്ല. നല്ല ചൂട് ചായ ഉണ്ടെങ്കിൽ പിന്നെ പറയാനുമില്ല. അപ്പോൾ ഉറപ്പായിട്ട് ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കുകയും വേണം. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോൾ മാത്രമേ അത് മറ്റുള്ളവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ടുള്ള പ്രചോദനം ഉണ്ടാവുള്ളൂ. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.